ഇപ്പോൾ ഈ ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞ ഒരു ടേം, ഇസ് ഇറ്റ് മെയിൻലി ഇപ്പോൾ ഒരു കുറെ ദിവസം ICU കിടന്ന് കഴിഞ്ഞിട്ട് ഒരാളാണോ, or he's on a ventilator? What are these few guidelines where you can certify a patient brain death? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് പേഷ്യൻ്റ് വെന്റിലേറ്ററിൽ തന്നെ ആയിരിക്കണം. അത് നമ്മളെ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന സാധനം ആണ് നമ്മുടെ റെസ്പിറേഷൻ കൺട്രോൾ, നമ്മുടെ ശ്വാസം ആകുക. അപ്പോൾ ശ്വാസം തന്നെത്താൻ വലിക്കാത്ത വ്യക്തി എന്തായാലും വെന്റിലേറ്ററിലായിരിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് ശ്വാസം കിട്ടത്തില്ല. അപ്പോൾ പ്രൈമറി റിക്വസൈറ്റ് എന്ന് വെച്ചാൽ ശ്വാസം വലിക്കാൻ പാടില്ല. നോർമലി ശ്വാസം വലിക്കാത്ത ഒരാൾ, മരുന്ന് കാരണമല്ല, നോർമലി ശ്വാസം വലിക്കാത്ത വെന്റിലേറ്ററിലായിരിക്കണം. രണ്ടാമത് ഒരു ഇറിവേഴ്സിബിൾ, അതായത് മാറ്റാൻ പറ്റാത്ത മസ്തിഷ്ക ക്ഷതം, അത് രക്തക്കൊഴൽ പൊട്ടലായിരിക്കാം, വലിയ സ്ട്രോക്ക് ആകാം, ആക്സിഡൻ്റ് ആയിരിക്കാം, അങ്ങനെ ഇറിവേഴ്സിബിൾ ബ്രെയിൻ ഡാമേജ്. ഇപ്പോൾ ഇറിവേഴ്സിബിൾ ബ്രെയിൻ ഡാമേജ് മാൻഡേറ്ററി ആയിരിക്കണം. അത് ഇമേജിങ് വഴി പ്രൂവ് ചെയ്തിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ചുമ്മാ ഒരാൾക്ക് നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഷുഡ് ബി പ്രൂവൺ ബൈ എ CT ഇമേജിങ് അല്ലെങ്കിൽ MRI ഇമേജിങ്, എന്തെങ്കിലും വെച്ച് ഇറിവേഴ്സിബിൾ ബ്രെയിൻ ഡാമേജ് പ്രൂവ്ഡ് ആയിരിക്കണം. അയാൾ സ്വയം ശ്വാസം വലിക്കാൻ പാടില്ല. കമ്പൽസറി ഹാസ് ടു ബി ഓൺ വെന്റിലേറ്റർ. ആൻഡ് പുള്ളിയുടെ പീപ്പിൾസ്, അതായത് നമ്മുടെ അറിയാം, അത് ഡൈലേറ്റഡ് ആയിരിക്കണം. ഇതൊന്നും മരുന്നുകളുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഈ മൂന്ന്, പിന്നെ കയ്യോ കാലോ ഒന്നും ചലിക്കാൻ പാടില്ല. ഇത്രയും പ്രൈമറി റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് സർട്ടിഫൈ ബ്രെയിൻ ഡെത്ത്. അപ്പോൾ നമ്മൾ എല്ലാ ICU ഡോക്ടർമാരും നമ്മൾ റുട്ടീൻ റൗണ്ട്സിൻ്റെ ഇടയിൽ വെന്റിലേറ്ററുള്ള പേഷ്യൻ്റ് ഈ സക്ഷൻ ചെയ്യുമല്ലോ, ട്രക്കിയ സക്ഷൻ ചെയ്യുമ്പോൾ സക്ഷൻ കത്തിയിട്ടിടുമ്പോൾ ഒരു ഗാഗ് പോലെ വരും. അതില്ലാതിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ആക്ച്വലി മനസ്സിലാക്കണം, ദിസ് പേഷ്യൻ്റ് ഇസ് ഹാവിങ് ആബ്സെന്റ് ബ്രെയിൻ സ്റ്റെം റിഫ്ലെക്സസ്. അപ്പം നമ്മൾ പീപ്പിൾ നോക്കുമ്പോൾ കാണാം പീപ്പിൾ ഡൈലേറ്റഡ് ആയിരിക്കും. അത് അടുത്തൊരു എവിഡൻസ് ആയി ബ്രെയിൻ സ്റ്റെം റിഫ്ലെക്സസ് ഇല്ലാതെ. അപ്പോൾ നമ്മൾ ICU എന്താ ചെയ്യുന്നത്, കോമയിലുള്ള ആളെ നമ്മൾ നല്ലോണം ഞെക്കി നോക്കും, പെയിൻ വല്ലതും പെർസീവ് ചെയ്യുന്നത്. ഹി ഈസ് നോട്ട് റെസ്പോണ്ടിങ് ടു എനി പെയിൻ, ദർ ഇസ് നോ വിഡ്രാൽ, ഒന്നും കൈയൊന്നും അനക്കുന്നില്ല. അത് അനദർ സൈനായി. അപ്പോൾ ഇത് ക്ലിനിക്കലി നമുക്കൊരു ICU ഡോക്ടറിന് റുട്ടീൻ റൗണ്ട്സിൽ വളരെ ക്ലിയർ ആയിട്ട് ഡിറ്റക്ട് ചെയ്യാം ഈ പേഷ്യൻ്റ് ബ്രെയിൻ ഡെഡ് ആണെന്ന്. അപ്പോൾ പക്ഷേ ലോ പ്രകാരം എന്താ ചെയ്യേണ്ടത്? ലോ പ്രകാരം അത് സർട്ടിഫൈ ചെയ്യണം. അതായത് ബ്രെയിൻ ഡെത്ത് ഒരാൾ പറഞ്ഞാൽ പോരാ. കാരണം ഈ കുറച്ചൊരു ശാസ്ത്രീയ, കുറച്ചൊരു സിമ്പിൾ ഒരു സർക്കുലേറ്ററി ഡെത്തിനേക്കാളും കുറച്ചൊരു സയന്റിഫിക് വിഗർ വേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ലോതിന് അനുശാസിക്കുന്ന 4 ഡോക്ടർമാർ വേണം. പ്രൈമറി ട്രീറ്റിംഗ് ഡോക്ടർ വേണം, മെഡിക്കൽ അഡ്മിൻ വേണം, പിന്നെ 2 എക്സ്പേർട്സ് വേണം. അത് ന്യൂറോളജിസ്റ്റോ ന്യൂറോസർജൻ അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റോ ആയിരിക്കണം. അതാണ് ലോ. അപ്പോൾ 4 ഡോക്ടർമാർ എഗെയിൻ ഈ ഞാൻ പറഞ്ഞ ഈ റിഫ്ലെക്സസ് എല്ലാം ചെക്ക് ചെയ്യണം. പിന്നെ ആപ്നിയ ടെസ്റ്റ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞു, ശ്വാസം സ്വയം വലിക്കാൻ പറ്റാത്ത രോഗി വെന്റിലേറ്ററിലായിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി റിക്വയർമെന്റ്. അത് നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യും? നമ്മൾ വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്തിട്ട് 6 മിനിറ്റോളം നമ്മൾ അയാളെ ഒബ്സർവ് ചെയ്യും. അയാൾ തന്നെത്താൻ വലിക്കുന്നുണ്ടോ? തന്നെത്താൻ വലിക്കുന്നില്ലെങ്കിൽ അയാൾ മരിച്ചു എന്നാണ് അർത്ഥം. നമ്മൾ സിമ്പിളാണ്. അതായത് ഒരാൾ നമ്മൾ മരിച്ചു എന്ന് എങ്ങനെയാണ് അറിയുന്നത്? അയാൾ ചലനമറ്റ് കിടക്കുന്നു, അയാൾക്ക് ശ്വാസമില്ല, കൈകാലൊന്നും അനക്കുന്നില്ല, വിളിച്ചാൽ കേൾക്കുന്നില്ല, അടിച്ചാൽ വേദന അറിയുന്നില്ല, അത് തന്നെയാണ് മരണം. അത്രേ ഉള്ളൂ ബ്രെയിൻ ഡെത്തും. അപ്പോൾ അത് നമ്മൾ സാധാരണക്കാരിൽ മനസ്സിലാക്കി കൊടുക്കണം. ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ മരണമാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ടെസ്റ്റാണ് വെന്റിലേറ്ററിൽ ഡിസ്കണക്ട് ചെയ്ത് നോക്കുക. വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു ലക്ഷണങ്ങളും ഇല്ലെങ്കിൽ വിൽ സർട്ടിഫൈ ദാറ്റ്